പച്ച പുൽപ്പാടങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഓടിയെത്തുന്നത് കവിതയാണോ കഥയാണോ അതോ പ്രണയം തുളുമ്പുന്ന വാക്കുകളാണോ എന്നറിയില്ല. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനൊരു കാഴ്ച ഞാൻ കാണുന്നത്. പലപ്പോഴും നാട്ടിൽ വരാറുണ്ടെങ്കിലും നാട്ടിലൂടെ ആ യന്ത്രത്തിലൂടെയുള്ള യാത്രയായിരുന്നു. നടന്നെവിടെയും പോയിട്ടില്ല. ഇന്ന് കുറച്ച് ദൂരം അങ്ങനെ നടക്കാൻ തീരുമാനിച്ചു. ആ നടപ്പ് ഇവിടം വരെ എത്തി. ഈ നമ്മുടെ കുട്ടനാടൻ വയലോലകളെ, ഈ കിളിർത്ത് വരുന്ന നെൽപ്പാടങ്ങൾ, നെൽത്തൈകൾ, ഈ പരിസരവും എന്ത് ഭംഗിയല്ലേ. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എനിക്ക് നഷ്ടങ്ങളാണല്ലോ നമ്മുടെ ജീവിതത്തിൽ. ആ നഷ്ടങ്ങളുടെ കൂട്ടത്തിലാണ് ഇതിനെയും ഞാൻ ചേർത്ത് വെച്ചിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഓർമ്മകളെ താലോലിക്കാൻ ഇന്നത്തെ ഒരു ദിവസം എന്തിനോ കഴിഞ്ഞു. ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചോളം. നിങ്ങൾക്ക് ഇത് സ്ഥിരം കാഴ്ചയാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചോളം ഇന്നത്തെ ഒരു ദിവസം മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. 2-3 ദിവസമായിട്ട് കുറച്ച് തിരക്കായിരുന്നു. എന്നിരുന്നാൽ പോലും ഇന്ന് കുറച്ച് ഫ്രീ ആയപ്പോഴേക്കും ഈ വയലോലകളും ഈ നെൽകൃഷിയും ഈ മൈനയും കിളികളും പിന്നെ ഈ പൂവിൻ്റെ പേരെന്താ മറന്നു. എടാ, ഈ പൂവിൻ്റെ പേരെന്താടാ? വാടാമല്ലിയോ എന്തോ പറയുന്നു. എന്തായാലും ഈ പൂക്കളൊക്കെ തളർത്ത് നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു കുളിർമയാണ്. അല്ലിത്താമര, കറക്റ്റ്. അല്ലിത്താമരയും ഈ തൊട്ടാവാടിയാണോടാ? തൊട്ടാവാടി നമുക്ക് തൊട്ടാവാടിയും തുമ്പയൊന്നും കാണാൻ കിട്ടുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത് വളരെ ഭംഗിയായിട്ടുണ്ട്. തൊട്ടാവാടിയും തുമ്പയൊക്കെ തേടി ഞാനിനി എവിടെയാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. കൂട്ടുകാരെ, തൊട്ടാവാടിയും തുമ്പപ്പൂവൊക്കെ എവിടെ ഉണ്ടെന്ന് പറയുക. അതിനെ കൂടെ ഒന്ന് കാണാം. ആരുമില്ല.